പിന്നെ മോളുടെ പഠിത്തമൊന്നും നിർത്തണ്ട. അവൾ അത്യാവശ്യം പഠിക്കുന്നൊരു കുട്ടിയാണ്. ഈ ഒരു കാര്യത്തിൽ അവളുടെ ഭാവി കളയരുത്. ഇനി കുറച്ച് നാൾ കൂടിയല്ലേ ഉള്ളൂ. പിന്നെ അവൾ ഇവിടെ നിന്ന് പഠിക്കാനാണ് വന്നത്. അങ്ങനെയുള്ളപ്പോൾ പാതി വഴിയിൽ അത് നിർത്തിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ മഹേഷിനെ ഞാൻ പറഞ്ഞുവിടാം. രാമചന്ദ്രൻ ഉറപ്പിച്ചു. മുറിയിലെ വാൾഡ്രോപ്പിൽ നിന്നും ചെക്ക് ലീഫ് എടുത്ത് ഒരു നിശ്ചിത തുക അതിലെഴുതിക്കൊണ്ട് രാമചന്ദ്രൻ മുറി വിട്ടു. ഇപ്പോൾ അന്തരീക്ഷം ഒന്ന് അയഞ്ഞിട്ടുണ്ട്. മഹേഷ് ഹാളിലെ ഒരു മൂലയിൽ മാറി നിൽപ്പുണ്ട്. ചിന്മയ മറുവശത്ത് അമ്മുവിനൊപ്പം നിൽക്കുന്നുണ്ട്. സോഫയിൽ തളർന്ന് രണ്ടുപേരും. അവർക്ക് ആശ്വാസമായി ശിവജയും. ഇടയ്ക്കിടെ ചിന്മയുടെ ഏങ്ങലുകൾ കേൾക്കുന്നുണ്ടോ എന്നല്ലാതെ മറ്റാരും ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. രാമചന്ദ്രൻ കയ്യിൽ കരുതിയ ചെക്ക് മഹേഷിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഈ മാസത്തെ സാലറിക്ക് പുറമെ കുറച്ചുകൂടി തുക ഇതിലുണ്ട്. മഹേഷിന് ഇവിടെ നിന്നും പോകാം. ഇനി ഇവിടെ തുടരേണ്ടതില്ല. രാമചന്ദ്രൻ കാര്യഗൗരവത്തിൽ തന്നെ പറഞ്ഞു. മഹേഷ് ഇത് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവൻ്റെ വായിൽ നിന്നും അയാളുടെ നാമം പുറത്തേക്ക് വീണു. രാമചന്ദ്രൻ തുടർന്നു. മഹേഷിന് എനിക്കിഷ്ടമാണ് എന്ന് കരുതി താൻ ഈ പറഞ്ഞ ആഗ്രഹം സാധിച്ചു തരാൻ എനിക്കാകില്ല. ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ ആത്മാർത്ഥതയോടു കൂടി തന്നെയാണ് താൻ ഇവിടെ നിന്നത്. പക്ഷേ ഇവിടുത്തെ കൊച്ചിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല. എന്തായാലും ഇനി മഹേഷ് ഇവിടെ തുടരണമെന്നില്ല. അറുത്തു മുറിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹേഷിന് തിരികെ കൊടുക്കാൻ ഒരു വാക്ക് പോലുമില്ലായിരുന്നു. അവസാനമായി ചിന്മയെ കണ്ണിറച്ചു നോക്കിക്കൊണ്ട് അവൻ ആ പടിയിറങ്ങി. ചിന്മയുടെ തൊണ്ടക്കുഴി വീണ്ടും ഉയർന്നു പൊന്തി. അവൾ അമ്മുവിൻ്റെ കയ്യിലേക്ക് മുറുകെ പിടിച്ചുള്ളിലെ വേദന നിയന്ത്രിച്ചു. അമ്മു, ചിപ്പിയെ കൂട്ടി അകത്തേക്ക് പോകൂ. അല്പം പോലും അയവ് വരുത്താതെയുള്ള മുഖത്തോടെ അയാൾ പറഞ്ഞപ്പോൾ ചിന്മയെ ഒരു നിമിഷം പോലും നിൽക്കാതെ മുറിയിലേക്ക് ഓടി. നമ്മളിങ്ങനെ എടുത്തു ചാടി തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ കേട്ടില്ലേ അവരുടെ മറുപടി? ഈ കാര്യത്തിൽ അവർ ഒത്തിരി സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും ഒരു എടുത്തുചാട്ടം ഉണ്ടാകരുത്. ബുദ്ധിപൂർവ്വം മാത്രമേ എന്തും ചെയ്യാവൂ. പിന്നെ പഠിത്തം നിർത്തി പിള്ളേരുടെ ഭാവി ഒന്നും കളയണ്ട. രാമചന്ദ്രൻ ഒരു അഡ്വക്കേറ്റിൻ്റെ ബുദ്ധിയോടെ കാര്യങ്ങൾ സംസാരിച്ചു. ശിവജയും അതാണ് ശരിയെന്ന പോലെ തലയാട്ടി. എന്തൊക്കെ പറഞ്ഞിട്ടും ചിന്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും കടുത്തു തന്നെയിരുന്നു. നേരം പിന്നെയും നീങ്ങി. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. നിങ്ങളിങ്ങനെ തളർന്നിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ചിപ്പിയുടെ ഭാഗത്തു നിന്നും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. അതെൻ്റെ വാക്കാണ്. അവരെ അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിച്ച് നമുക്ക് പറ്റിയ തെറ്റ്. ഇപ്പം കാര്യം അറിയാലോ. അവളെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ധൈര്യമായിരിക്കും. ഇനി കുറച്ച് നാൾ കൂടിയല്ലേ ഉള്ളൂ. അത്രയിടം വരെ അവൾ ഇവിടെ തന്നെ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ. രാമചന്ദ്രൻ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഏറെ നേരം കൂട്ടിയും കിഴിച്ചും ഇരുന്നിട്ടാണ് അവരൊന്ന് സമ്മതിച്ചത്. അന്ന് രാത്രിയോടെ തന്നെ തിരികെ പോകാൻ ഇറങ്ങി. ചിന്മയുടെ അച്ഛൻ അവളെ ഒന്ന് കാണാൻ പോലും തോന്നിയില്ല. പക്ഷെ അമ്മ ഒരിക്കൽ കൂടി മുറിയിലേക്ക് കയറി. രാമചന്ദ്രൻ ഒരിക്കൽ കൂടി അവരെ ഓർമ്മിപ്പിച്ചിരുന്നു, പിന്നെയും അവളെ വഴക്ക് പറഞ്ഞ് കുത്തി നോവിക്കരുതെന്ന്. ചിന്മയുടെ അമ്മ മുറിയിലേക്ക് കയറുമ്പോൾ ചിപ്പി കരഞ്ഞു തളർന്ന് കിടക്കുകയായിരുന്നു മുറിയിൽ. അമ്മു അവൾക്കരികിൽ തന്നെ ഒരു ചെയറിലിരിപ്പുണ്ട്. ആയമ്മ അവൾക്കരികിലേക്ക് വന്നിരുന്നു. ദേഹത്തോടെ അടികൊണ്ട പാടുണ്ടായിരുന്നു. അവർ അതിലൊന്ന് കൈയൊടിച്ചു. മുടിയിൽ മെല്ലെ ഒന്ന് തഴുകി. ചിപ്പി കണ്ണ് ചിമ്മി തുറന്നു. അവരെ കണ്ടപാടെ അവൾ പതിയെ എഴുന്നേറ്റ് പുതപ്പിലേക്ക് ചുരുണ്ടുകൂടി. എൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും മാനസികാവസ്ഥ നിനക്കിപ്പം മനസ്സിലാകില്ല. നാളെ ഒരു സമയം ഇതേ സ്ഥാനത്ത് നീ വരണം. അപ്പം നിനക്ക് മനസ്സിലാകും ഞങ്ങൾ അനുഭവിക്കുന്ന വേദന. ഇതുവരെ നിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഞങ്ങൾ നിന്നിട്ടുള്ളൂ. ഇനിയും ഞങ്ങൾ നീ വേദനിപ്പിക്കരുത്. എന്നെ ഓർത്തില്ലെങ്കിലും നിൻ്റെ ഏട്ടനെയും അച്ഛനെയും നീ ഓർക്കണം. ഞങ്ങൾ ഇറങ്ങുന്നു. സാരിത്തലപ്പിൽ കണ്ണീരൊപ്പിക്കൊണ്ട് അവർ മുറിവിട്ടപ്പോൾ അടക്കി നിർത്തിയ കണ്ണുനീർ വീണ്ടും ഒഴുകിക്കൊണ്ട് ചിപ്പി കിടക്കയിൽ മുഖം പൂഴ്ത്തി. മഹേഷിൻ്റെ മനസ്സാകെ കലുഷിതമായിരുന്നു. ഒന്നും അവിടേക്ക് കയറി ചെന്നില്ല. ചത്തതുപോലെ തോന്നുന്നു. കണ്ണീരോടെ നിൽക്കുന്ന പെണ്ണിൻ്റെ മുഖം മാത്രമുണ്ട് മനസ്സിൽ. ഇനി എന്താകും ഏതാകുമെന്നൊന്നും അറിയില്ല. ഇതിൻ്റെയൊക്കെ അവസാനം അവൾ തനിക്ക് സ്വന്തമാക്കണമെന്ന് മാത്രം ഒരു വാശി. അതിനു മുൻപായി ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. അവളെപ്പോലെ തന്നെ തൻ്റെ പ്രതീക്ഷയിൽ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കുടുംബം തനിക്കുമുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ മുടക്കില്ലാതെ മുന്നോട്ട് പോകണം. ചെറുതെങ്കിലും ഉണ്ടായിരുന്നൊരു ജോലി പോയി കിട്ടി. ഇനി വീണ്ടും ഓട്ടോ എടുക്കേണ്ടി വരും. മഹേഷ് നിറഞ്ഞ കണ്ണൊന്ന് അമർത്തി തുളച്ചു. രാത്രിയോടാണ് മഹേഷ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പതിവ് പോലെ അളിയനെ തന്നെ വിളിച്ചു. മുന്നേ പറയാത്തത് കൊണ്ട് തന്നെ മഹേഷിൻ്റെ കോള് വന്നപ്പോൾ സന്ദീപിൻ്റെ പുരുക്കമൊന്ന് വളഞ്ഞു. സന്ദീപ് വരുന്നത് വരെ മഹേഷ് അടുത്തൊരു കടയിലേക്ക് ചെന്നൊരു ചായ വാങ്ങി കുടിച്ചു. ഇന്നത്തെ ദിവസം അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ കൊച്ചു പെണ്ണുമായൊരു ബന്ധത്തിന് മുതിരാതിരുന്നത്. താൻ കാരണം എന്തിനാ അതും കൂടി അനുഭവിക്കുന്നതെന്നോർത്ത്. എന്നിട്ടും കാര്യങ്ങൾ ഇത്തടം വരെയായി. ദൈവനിശ്ചയം അല്ലാതെന്ത്. ഇനി നടക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ആയിരിക്കും. തലയിൽ എഴുതിയിരിക്കുന്നത് അനുഭവിച്ചല്ലേ മതിയാകും.
അവർക്ക് മുന്നിൽ മഹേഷ് തല ഉയർത്തി നിൽക്കണം. ഒരിക്കലും ചിന്മയെ തിരഞ്ഞെടുത്തയാൾ തെറ്റായിപ്പോയെന്ന് അവളുടെ അച്ഛനും അമ്മയും തോന്നരുത്. ഇപ്പോൾ താൻ അവരുടെ മുന്നിൽ ചെറുതാണ്, ഒരുപാട് ചെറുത്. പക്ഷെ അധികം ആയുസില്ലാതെ അതിനെ മാറ്റിക്കൊണ്ട് അവർക്ക് മുന്നിൽ മഹേഷിന് തല ഉയർത്തി നിൽക്കാൻ പറ്റണം. ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ സന്ദീപ് മഹേഷിൻ്റെ അടുത്തേക്ക് ബൈക്ക് കൊണ്ടു നിർത്തി. അവനെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് മഹേഷ് പുറകിൽ കയറി. ഇരുവരും നിശബ്ദരായിരുന്നു. എന്നാലും സന്ദീപിന് ചോദിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. അളിയനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? ഡ്രൈവിങ്ങിനിടയിലും സന്ദീപ് മഹേഷിന് കേൾക്കാൻ പാകത്തിന് തെല്ലുറക്കെ ചോദിച്ചു. അവിടുത്തെ ജോലി കഴിഞ്ഞു, പിന്നെന്തിനാ വീട്ടിൽ നിൽക്കുന്നത്? കഴിഞ്ഞോ? അതെന്താ അങ്ങനെ? പെട്ടെന്നൊന്നും പറയാതെ കഴിഞ്ഞോ? സന്ദീപിന് വിശ്വാസം വന്നതേയില്ല. പെട്ടെന്നൊന്നുമല്ല, മുന്നേ ആ സാറ് പറഞ്ഞിരുന്നതാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് മാത്രം. പുള്ളിക്കാരൻ ഇനി തനിയെ ഡ്രൈവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് ശരി, എങ്കിൽ പിന്നെ അളിയന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. നമുക്കിവിടെ എവിടെയെങ്കിലും വേറെ ജോലി നോക്കായിരുന്നല്ലോ. നോക്കണം, ഉടനെ തന്നെ. അതുവരെ വീണ്ടും ഓട്ടോ എടുക്കാമെന്ന് കരുതുന്നു. സന്ദീപ് അമർത്തി മൂളിയെങ്കിലും അവൻ്റെ മറുപടി അവൻ അത്ര വിശ്വാസമുള്ളതായിരുന്നില്ല. പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് ഇരുവരും വീട്ടിലേക്ക് കയറിയത്. പ്രതീക്ഷിക്കാതെ അവനെ കണ്ടതിൽ എല്ലാവരും ഒന്ന് അമ്പരന്നു. മഹേഷ് സന്ദീപിനോട് പറഞ്ഞ കള്ളം തന്നെ അവിടെയും ആവർത്തിച്ചു. സന്ദീപ് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയിരുന്നു. അവൻ്റെ ഭാവമാറ്റം അവന് പെട്ടെന്ന് മനസ്സിലായി. മഹേഷ് വന്ന പാടെ ഷർട്ട് അഴിച്ചിട്ട് മുറിയിലെ കിടക്കയിലേക്ക് മലർന്നു. ഏറെ നേരം അവൻ കണ്ണു തുറന്നൊരു കിടപ്പ് കിടന്നു. ആ നേരമാണ് സന്ദീപ് മുറിയിലേക്ക് കയറി ചെന്നത്. അവൻ്റെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ തന്നെ മഹേഷ് കണ്ണു തുറന്നു നോക്കി. പിന്നെ പതിയെ എഴുന്നേറ്റിരുന്നു. എന്താ അളിയ? സന്ദീപിൻ്റെ ചുഴിഞ്ഞു വെച്ചുള്ള നോട്ടം കൊണ്ട് മഹേഷ് ചോദിച്ചു. ഒന്നുമില്ല, അളിയനെന്താ ഇത്ര ആലോചിക്കുന്നത്? ആകെ ഒരു വല്ലായ്മ. എനിക്കോ? അങ്ങനെയൊന്നുമില്ല. മഹേഷ് മുഖം വെട്ടിച്ചു മാറ്റി. അതൊന്നും അളിയനെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ. എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. എന്താ അളിയാ കാര്യം? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? മഹേഷിനടുത്തേക്ക് ഇരുന്നു കൊണ്ട് സന്ദീപ് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും മടിച്ചെങ്കിലും മഹേഷ് ഒക്കെ തുറന്നു പറഞ്ഞിരുന്നു. അവനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനും ഒരാശ്വാസം തോന്നി. ഇപ്പോഴെന്താ അവിടുത്തെ സിറ്റുവേഷൻ? എന്താകാൻ, അവളെ കുറേ തല്ലി. പഠിപ്പൊന്നും നിർത്തില്ല എന്ന് തോന്നുന്നു. ചിപ്പിയുടെ അച്ഛനും അമ്മയും ഞാൻ വരുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. കേട്ടിടത്തോളം ആ കൊച്ചി ഇക്കാര്യത്തിൽ സ്ട്രോങ്ങാണ്. അതുകൊണ്ട് എന്ത് വന്നാലും അവൾ അളിയൻ്റെ കൂടെ കാണും. പിന്നെയുള്ളത് അവളുടെ ഫാമിലി. ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയാലും പിന്നീടൊക്കെ തണുക്കും. അതുതന്നെ എനിക്കും തോന്നുന്നത്. പക്ഷെ അവളെ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഓർക്കുമ്പോഴാണ്. അളിയൻ അതൊന്നും ഓർക്കണ്ട, ഒഴുക്കിനൊത്തങ്ങ് പോകാം. വരട്ടെ, നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നേ. സന്ദീപ് അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോൾ മഹേഷ് വീണ്ടും പലതും മനസ്സിൽ കണ്ടുകൊണ്ട് തല ചായ്ച്ചു. വിരളമായി കടന്നുപോയ ദിവസങ്ങൾ. ഒന്നിനും ഒരു ഉത്സാഹം തോന്നുന്നില്ല. ആകെ ഒരു മടുപ്പ്, മന്ദത, അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങൾ. ഈ വീട് ഒരു തടങ്കലാണ്. കുറ്റവാളികളെ പോലൊരു പരിചരണവും. ജയിൽ ഇതിനേക്കാൾ ഭേദമായിരിക്കുമെന്നൊരു തോന്നലാണ് ചിന്മയ്ക്ക്. മാസങ്ങൾ എങ്ങനെയൊക്കെയോ നീങ്ങി. ഒന്നിനും ഒരു ഉത്സാഹവുമില്ല. പഠിക്കാനോ ആഹാരം കഴിക്കാനോ ഒന്ന് മേല് വൃത്തിയാക്കാൻ പോലും വയ്യെന്നായി. എപ്പോഴും കിടക്കണം, എന്തൊക്കെയോ ഓർത്തങ്ങനെ കിടക്കണം. കൂടുതലും മഹേഷേട്ടൻ്റെ ഓർമ്മകൾ. അയാളും അവിടെ ദിവസങ്ങൾ എങ്ങനെയൊക്കെയോ തള്ളി നീക്കുവാണ്. അത് ചിന്മയ്ക്ക് നന്നായിട്ടറിയാം. അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കണ്ണുകൾ 24 മണിക്കൂറും അവളിൽ തന്നെയുണ്ട്. എപ്പോഴും അവളെ തന്നെ ശ്രദ്ധിക്കും, പുറത്തിറങ്ങുമ്പോൾ പോലും. പുതിയ ഡ്രൈവറിനെ വെച്ചു. അയാളാണ് ഇപ്പോൾ ചിന്മയെ കോളേജിൽ കൊണ്ടാക്കുന്നത്, തിരികെ കൂട്ടിക്കൊണ്ടുവരുന്നത്. കോളേജിലും ഉണ്ട് അങ്കിളിൻ്റെ പരിചയത്തിലൊരു സാറ്. അയാളും ഒരുപോലെ ചിന്മയെ വാച്ച് ചെയ്യും. മടുത്തു ഈ ജീവിതം, മരിക്കാൻ പോലും തോന്നുന്നു. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മഹേഷേട്ടനോടൊത്ത് ഒരു ജീവിതം തനിക്ക് കിട്ടില്ലല്ലോ. ആ പേടി കാരണം അതിൽ നിന്ന് പോലും പിന്തിരിഞ്ഞു നിൽക്കുന്നു. ഈ 4 മാസങ്ങൾക്കിടയിൽ 3-4 പ്രാവശ്യം മഹേഷേട്ടനെ വിളിച്ചു, അതും കോളേജിലായിരിക്കുമ്പോൾ. മഹേഷേട്ടൻ അതിനെയും എതിർത്തു. വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തരുതെന്ന് വിലക്കി. എങ്കിലും നിർത്തിയില്ല. 1 മാസം കൂടുമ്പോഴെങ്കിലും വിളിക്കും. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് താൻ കൂടുതൽ തകർന്നു പോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പതിവിലും ഉത്സാഹത്തോടെയാണ് രാമചന്ദ്രൻ അന്ന് കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നത്. ശിവജ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. കാറിൽ നിന്നും ബാഗുമായി ഇറങ്ങി വന്നയാളെ നോക്കി സിറ്റൗട്ടിലെ സോപാനത്തിൽ അവർ ഇരുന്നു. എന്താ നിങ്ങളുടെ മുഖത്തൊരു തെളിച്ചം? അയാളുടെ കയ്യിൽ നിന്നും ആ ബാഗ് വാങ്ങുന്നതിനോടൊപ്പം അവർ ചോദിച്ചു. രാമചന്ദ്രൻ അവർക്കെതിരായി ആ ചൂരൽ കസേരയിലിരുന്നു. ചിപ്പിയും അമ്മുവും മുറിയിലാണോ? അമ്മു കുളിക്കുവാണെന്ന് തോന്നുന്നു. മറ്റേത് പിന്നെ ആ കിടക്കയിലെ ചുരുണ്ടുകൂടി കിടക്കുമായിരിക്കും.
തെളിച്ചമില്ലാത്ത മുഖത്തോടെ ശിവജ ഉത്തരം കൊടുത്തു. അയാളൊന്ന് അമർത്തി മൂളി. ഇന്നൊരു കാര്യമുണ്ടായി. എൻ്റെ കൊളീക്കില്ലേ മിസ്റ്റർ അയ്യർ, അയാളുടെ മകൻ അനുരാജിന് വേണ്ടി അവർ ചിന്മയെ ചോദിച്ചു. രാമചന്ദ്രൻ സന്തോഷത്തോടെ പറഞ്ഞു. ശിവജയ്ക്കൊരു ചിരി തെളിഞ്ഞു. സന്തോഷം തോന്നി. ആണോ? ആ പയ്യൻ ഡോക്ടർ എന്തോ അല്ലേ? അതെ, നോക്കുമ്പോൾ നല്ലൊരു ബന്ധമാണ്. ഇതുപോലെ ഒന്ന് ഇനി ഒത്തുവരത്തില്ല. അതൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാ, പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം, അവൾ പഠിക്കുമല്ലേ. മറ്റേത്, ആ കൊച്ചാ ചെറുക്കനെ മനസ്സിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൾ സമ്മതിക്കുമോ? എന്താ സമ്മതിക്കാൻ വയ്യാത്തത്? പിന്നെ മഹേഷിൻ്റെ കാര്യം നടത്തി കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അളിയനും പെങ്ങളും ഒരിക്കലും സമ്മതിക്കില്ല. അവരുടെ വാശിക്ക് മുന്നിൽ ആ കൊച്ചിനധികം പിടിച്ചു നിൽക്കാനും ആകില്ല. ആദ്യം കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടാകും, പിന്നെ നേരെ ആയിക്കോളൂ. അത് ശരിയാ. ഇതുപോലെ വാശി കാണിച്ചതല്ലേ ദിവ്യ. എന്നിട്ടിപ്പോൾ എന്തായി? അവനൊത്ത് സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്. നിങ്ങളെങ്കിൽ അവരെ വിളിച്ച് കാര്യം പറയും. നമ്മളെക്കാളും അവരാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. ശിവജയും അയാളെ അനുകൂലിച്ച് സംസാരിച്ചു. രാമചന്ദ്രൻ വന്ന വേഷം പോലും മാറാതെ നാട്ടിലേക്ക് വിളിച്ചിരുന്നു. കാര്യം കേട്ടപ്പോൾ തന്നെ അവർക്ക് 100 വട്ടം സമ്മതം. പെണ്ണ് കാണൽ ഉടനെ നടത്താം, താല്പര്യമെങ്കിൽ നിശ്ചയവും നടത്തിവെക്കാം. വിവാഹം കുറച്ചുനാൾ കഴിയട്ടെ എന്നായി. എല്ലാം പറഞ്ഞുറപ്പിച്ചു. ഒരിക്കൽ പോലും ചിപ്പിയുടെ സമ്മതം ആരും ചോദിച്ചില്ല. അവളൊന്നും അറിഞ്ഞതുമില്ല. യാദൃശ്ചികമായിട്ടാണ് മുറിയിൽ വെച്ച് ചിപ്പിയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് രാമചന്ദ്രനും ശിവജയും സംസാരിക്കുന്നത് അമ്മു കേട്ടത്. അണുവിടവിടാതെ അവൾ മുറിയിലേക്ക് പാഞ്ഞു. ചിന്മയ കിടക്കയിൽ ചുരുണ്ടുകൂടി പണ്ടെപ്പോഴോ മഹേഷേട്ടൻ്റെ വാശിയിൽ വാങ്ങിച്ചെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ നോക്കി കിടക്കുമായിരുന്നു. അമ്മ ഡോറ് ലോക്ക് ചെയ്തുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നിരുന്നു. ഡി എഴുന്നേറ്റേ. അമ്മു അവളെ കുലുക്കി വിളിച്ചപ്പോഴാണ് ചിന്മയ എഴുന്നേറ്റത്. കണ്ണു തുറന്നുകൊണ്ട് ഒന്നും മനസ്സിലാകാത്തതുപോലെ ചിന്മയ അവളെ നോക്കി. എന്താ അമ്മു? കുന്തം, ചുരുണ്ടുകൂടി കിടക്കാതെ എഴുന്നേറ്റേ. ഞാൻ ഒരു കാര്യം അറിഞ്ഞു. എന്ത് കാര്യം? നിന്റെ കല്യാണം. അമ്മുവിൻ്റെ മറുപടി കേട്ടപ്പോഴാണ് ചിന്മയ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റത്. കേട്ടത് മാറിയതാണോ അതോ അങ്ങനെ തന്നെയാണോ എന്നവൾക്ക് സംശയം തോന്നി. കല്യാണോ? എൻ്റെയോ? നീ എന്തൊക്കെയാ അമ്മു ഈ പറയുന്നത്? ചിന്മയ്ക്ക് വാക്കുകൾ കിട്ടിയില്ല. അവളൊന്ന് വിക്കിപ്പോയി വാക്കുകൾ കിട്ടാതെ. അതെ, ഉടനെ നിന്റെ പെണ്ണുകാണലുണ്ടാകും. അവരൊക്കെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു. ഞാനിപ്പോൾ കേട്ടത് അമ്മയും അച്ഛനും പറയുന്നത്. ചിന്മയ്ക്ക് ശ്വാസം പോലും വിലങ്ങിപ്പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. തനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് മഹേഷേട്ടനൊപ്പം ആയിരിക്കുമെന്ന് പണ്ടേ തീരുമാനിച്ചതാണ്. ഇനി അതിനൊരു മാറ്റം ഉണ്ടായാൽ താൻ പിന്നെ ജീവനോടെ കാണില്ല. ചിന്മയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അമ്മുവിന് വേദന തോന്നി അവളുടെ അവസ്ഥ കണ്ട്. കാരണം കുറച്ച് നാളുകൊണ്ട് തന്നെ മനസ്സിലായതാണ് മഹേഷേട്ടനും ചിന്മയും തമ്മിലുള്ള അടുപ്പം. ഞാൻ സമ്മതിക്കില്ല. നോക്കിക്കോ, ചത്താലും സമ്മതിക്കില്ല. അതുകൊണ്ട് മോള് നാളെ ചാവാൻ പോവാണോ? ഇതെന്ത് പരീക്ഷണമാണീ? എനിക്ക് വയ്യ. നീ വിഷമിക്കാതിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. ആ പെണ്ണ് കാണലല്ലേ, അവർ വന്നങ്ങ് കണ്ടിട്ട് പോട്ടെ. നീ അതേ ചൊല്ലിരിക്കണ്ട. ഇതെങ്ങാനും നടന്നാൽ നീ നോക്കിക്കോ, പിന്നെന്താ ഉണ്ടാവുന്നതെന്ന്. ചിന്മയെ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് ബാത്റൂമിലേക്ക് കയറി.